എന്റെ കുട്ടികളുടെ കണ്ണിന്റെ അടിയിൽ ഇവിടെ കറുപ്പ് വന്നത് ഉറക്കൊഴിഞ്ഞതാണ് 2-3 മണിക്കൂർ. അങ്ങനെ ഉറക്കൊഴിഞ്ഞിട്ട് എന്റെ കുട്ടികൾ എഴുതിയ പരീക്ഷ ഒരു ദിവസം ക്യാൻസൽ ചെയ്തിട്ട് അവരിൽ 23 പേര് ആത്മഹത്യ. ആസ് എ ടീച്ചർ ഇതെനിക്ക് വൈകാരികമാണ്. എന്റെ പിള്ളേര് മരിക്കുമ്പോ ഈ ഡൽഹിയിൽ നിങ്ങൾക്ക് കേവലം ഇവിടെ നിൽക്കുമ്പോ ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുമ്പോ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആ സ്വപ്നം കാണാൻ വേണ്ടി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഞങ്ങളുടെ മുമ്പില് 23 കുട്ടികളാണ് ഈ രാജ്യത്ത് മരിച്ചു വീണത്. എന്നിട്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് പറയും 2004 പേപ്പർ ചോർന്നില്ലേ, 2006 പേപ്പർ ചോർന്നില്ലേ, 2008 പേപ്പർ ചോർന്നില്ലേന്ന്. അന്നൊക്കെ ഈ മക്കൾ ജനിച്ചിട്ടേ ഉള്ളൂ. ഈ കുട്ടികൾ സംസാരിക്കാൻ പോകുന്ന വിധം ഈ വയസ്സിലേക്ക് നിങ്ങൾ ഉയർന്നപ്പോൾ ചോദിക്കും, തിരിച്ചു ചോദിക്കുക തന്നെ ചെയ്യും. ഫാർമേഴ്സിന് വേണ്ടി സമരം ചെയ്തപ്പോൾ നിങ്ങൾ സിഖുകാരെ കസാക്കിസ്ഥാനാക്കി. സോനം വാഗ്മി അവിടുന്ന് സമരം ചെയ്തപ്പോൾ അദ്ദേഹത്തെ കാണാൻ മണിപ്പൂരി ലുക്കുള്ളതുകൊണ്ട് നിങ്ങൾ ചൈനക്കാരനാക്കി മാറ്റി. എന്നെ പോലെ മുസ്ലിം നാടുകാരി രാജ്യത്ത് നടക്കുന്ന വിരുദ്ധമായി പ്രവർത്തിച്ച് നിങ്ങൾ എന്നെ പാകിസ്ഥാനാക്കും. ഞാൻ ചോദിക്കാൻ ജൻസി നിങ്ങൾ എന്താക്കും? നിങ്ങൾ നിങ്ങളുടെ മതം പറയോ, വർഗീയത പറയോ, ജാതി പറയോ, അവസാന ശ്വാസം വരെ ആസ് എ ടീച്ചർ മരിച്ചു വീഴേണ്ടി വന്നാലും എന്റെ പിള്ളേർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ എന്റെ വരാൻ പോകുന്ന ഒരു തലമുറയ്ക്ക് പഠിപ്പിക്കുമ്പോ ഇനി വരുന്ന കുട്ടികൾ ഇങ്ങനെ ആവരുത്. നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് സാർ 650 മാർക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു, ഇനി കിട്ടുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് കരയുന്ന കുട്ടികളോട് സമാധാനപ്പെടൂ, ശരിയാവും എന്ന് പറഞ്ഞ ഒരു ടീച്ചറുടെ മാനസികാവസ്ഥ ഇവർക്ക് മനസ്സിലാവില്ല. ആസ് എ ടീച്ചർ ഇത് ഞങ്ങൾക്ക് ഇമോഷണലാണ്. ഞങ്ങളുടെ അലക് പാണ്ഡെ എന്ന് പറഞ്ഞ PWയുടെ ഞങ്ങളുടെ സാറ് അങ്ങ് ഡൽഹിയിൽ വന്ന് ഇതിനു വേണ്ടി സമരം ചെയ്യുന്നു. ഞങ്ങളും സൈലത്തിൽ വർക്ക് ചെയ്യുന്ന ഫ്രീലാൻസ് ആണ്. അവിടെ CEO ഡൽഹിയിലുണ്ട്. ഞങ്ങൾ എല്ലാവരും ഈ സമരത്തിന്റെ ഭാഗമാണ്. ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ജെൻസിയൽ. ആസ് എ ടീച്ചർ ഈ ഇന്ത്യയിൽ മാറ്റം വരുന്ന അവസാന നിമിഷം നിങ്ങളുടെ അനിയന്റെ വരെ പഠനം ഇവിടെ ഉറപ്പുവരുത്തുന്ന ഈ സമരത്തിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകരുത്. പണം നഷ്ടപ്പെട്ടാലും ആരോഗ്യം നഷ്ടം, നാളെ ക്ലാസ് എടുക്കേണ്ട ഈ ശബ്ദം വലിഞ്ഞു പോയാലും ശരി, അനീതി നടക്കുന്ന സമയത്ത് നീതിക്ക് വേണ്ടി സംസാരിക്കും. താങ്ക് യു.